സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് ഹിറ്റ്ലർ നടത്തിയ വംശഹത്യക്ക് തുല്യം എന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലു ഡെസിൽവ ഒപ്പ്. ഈ ഒപ്പ് ഉയർത്തിക്കാട്ടി പ്രമുഖ മലയാള പത്രം ആരോപിച്ചാൽ ഇസ്രായേലിന്റെ സൈനിക നടപടി വംശഹത്യയാകുമോ? പത്രം ഇസ്രായേലിനെ പഴിച്ചതുകൊണ്ട് ഹമാസ് വിശുദ്ധരാകുമോ? തീവ്ര ഇസ്ലാമികവാദികൾക്കൊപ്പം ചേർന്ന് വംശഹത്യ എന്ന് ആക്ഷേപിക്കുന്നവർ പലയിടത്തുമുണ്ട്. UN വരെ മാവറിക് വേഷത്തിൽ. അത്തരക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വല്ലതും പറയാതെ ഡെസിൽവയും പത്രവുമൊക്കെ ഹിറ്റ്ലർക്കും നാസിപ്പടയ്ക്കും തുല്യമായി യാഥാർത്ഥ്യത്തിൽ ഹമാസിനെയും അതിന്റെ പര്യായ ഗണങ്ങളെയുമാണ്. വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ടിരിക്കുന്നത് അവരാണ്. യഹൂദരെയും യഹൂദ രാഷ്ട്രത്തെയും ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേൽ ഒരു പ്രഭാതത്തിൽ നിസ്സഹായരായ പാലസ്തീനുകളെ ഇല്ലായ്മ ചെയ്യാൻ പദ്ധതി ഇട്ടില്ല. തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ കടന്നാക്രമണം നടത്തി നൂറുകണക്കിന് നിസ്സഹായരെ കൊലപ്പെടുത്തുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്ത തീവ്രവാദികൾക്കെതിരെയാണ് ഇസ്രായേലിന്റെ തിരിച്ചടി. തങ്ങളെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്ന് പ്രഖ്യാപിച്ച് നിരന്തരം ദ്രോഹിക്കുന്ന ഹമാസ് എന്ന ശത്രുവിനെയാണ് അവരുടെ സന്ധിയും വെടിനിർത്തലും ഒന്നും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് പാലസ്തീനികൾക്ക് രാഷ്ട്രം നിഷേധിച്ചത് യഹൂദരല്ലെന്നും അവർ യഹൂദ പാലസ്തീനി രാഷ്ട്രങ്ങൾ ഉണ്ടാകാൻ സമ്മതിച്ചവരാണെന്നുമുള്ള ചരിത്ര സത്യം 1000 വട്ടം ഓർമ്മിപ്പിച്ചാലും ഇവിടുത്തെ ഇത്തരം ഇസ്ലാമിക പ്രീണന മാധ്യമങ്ങളും കൂട്ടരും 10,000 വട്ടം പിന്നെയും തത്ത പറച്ചിൽ നടത്തും. പാലസ്തീനുകൾക്ക് സ്വതന്ത്ര രാഷ്ട്രം നിഷേധിച്ചത് ഇസ്രായേലാണെന്ന്. വംശഹത്യ ആരോപണവും അതുപോലെ തന്നെ ബോധപൂർവമുള്ള ദുഷ്പ്രചരണത്തിന്റെ ഭാഗം. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 30,000-അടുത്തെന്നാണ് കണക്ക്. അതിൽ 12,000-ഓളവും ഹമാസ് തീവ്രവാദികൾ. ബാക്കിയുള്ളവരാണ് സാധാരണക്കാർ. അവർ മരിക്കാനിടയായത് ഹമാസ് തീവ്രവാദി പോരാട്ടക്കാർ ജനങ്ങൾക്കിടയിൽ അവരുടെ വേഷത്തിൽ ഇടം കലർന്ന് അവരെ പരിചകളാക്കിയത് കൊണ്ട്. അതിനേക്കാളേറെ സാധാരണക്കാർ യുക്രൈനിൽ റഷ്യ ധിക്കാരപൂർവ്വം കടന്നു കയറി നടത്തിയ അതിക്രമത്തിൽ കൊല്ലപ്പെട്ടു. പട്ടാളക്കാരെയും സാധാരണ ജനങ്ങളെയും തിരിച്ചറിയാവുന്ന സാഹചര്യങ്ങളിലാണ് റഷ്യൻ പട അതിനിടയാക്കിയത്. എന്നിട്ടും അതേക്കുറിച്ച് ഇത്തരം വേവലാതികളൊന്നും ഇവിടെയും എവിടെയും കാണുന്നില്ല. സിറിയയും ഈജിപ്തും ലബനും അടക്കം അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച് കൊല്ലപ്പെട്ട അതേ മതസ്ഥരായ ലക്ഷക്കണക്കിന് പേരുടെ കാര്യം ഒരിക്കൽ കൂടി വിവരിക്കുന്നില്ല. ഗാസയിലേത് വംശവും മതവും തേടിപ്പിടിച്ച് ഇസ്രയേലി സേന നടത്തിയ ഹിംസയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ലക്ഷണമൊത്ത അറബികളും പാലസ്തീനുകളും ഇസ്രയേലിനുള്ളിൽ സന്തുഷ്ടരും സുരക്ഷിതരുമായി ജീവിക്കുന്നുണ്ടല്ലോ. എന്നാൽ യഹൂദ വിദ്വേഷവും വെറിയും കുത്തി നിറച്ച് കുഞ്ഞുങ്ങളടക്കം ഗാസ നിവാസികളെ ഇസ്രായേലി വേദ മനുഷ്യ ബോംബുകളും റോക്കറ്റുകളും ആക്കി തീർക്കുകയാണ് ഹമാസ് പോരാട്ടക്കാർ. ജനവാസയിടങ്ങളും സ്ഥാപനങ്ങളും UN സ്കൂൾ വരെയും ആയുധപ്പുരയും രഹസ്യ ഭീകര ശിബിരവുമാക്കി മാറ്റുന്ന അവർക്കു വേണ്ടിയാണ് ഇവിടെ ചിലരുടെ ചങ്കിടിപ്പ്. ഇസ്ലാമികവാദികളെ പ്രീണിപ്പിക്കാൻ UN നേതാവിനെ അനുകരിച്ച് ഹമാസ് തീവ്രവാദികളല്ല രാഷ്ട്രീയ സംഘമാണെന്ന് പറയുന്ന ഇവിടുത്തെ പിന്തുണക്കാരും ഒരു കാര്യം നന്നായി അറിഞ്ഞിരിക്കണം. ഹമാസ് രാഷ്ട്രീയ സംഘം തന്നെയാണ്, പക്ഷേ അത് ജിഹാദികളായ തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയ സംഘം ആണെന്ന് മാത്രം. പാലസ്തീൻ ജനതയുടെ അവകാശ പോരാട്ടമെന്ന് ഹമാസ് ഭീകരതയെ വെള്ളപൂശുന്നവർ ഹമാസ് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന സത്യം അറിഞ്ഞിട്ട് വേണം ഇസ്രായേലിനെ വിധിക്കേണ്ടത്. ഇന്ന് അവകാശപ്പെടുന്ന പാലസ്തീനുകൾ എന്നൊരു ജനതയോ സംസ്കാരമോ ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. പാലസ്തീൻ അവകാശം പറഞ്ഞാണ് പുരാതന പാലസ്തീനായിലെ പ്രദേശങ്ങളിൽ നിന്ന് റോമാക്കാരാൽ പുറത്താക്കപ്പെട്ട യഹൂദരോടും അവരുടെ പുതിയ രാജ്യത്തോടും
ഇസ്ലാമിക തീവ്രവാദികൾ കൊടും വിദ്വേഷം കാട്ടുന്നതെങ്കിലും യഥാർത്ഥ കാരണം മതവിഷം തന്നെ. യഹൂദ ക്രൈസ്തവ വിശ്വാസങ്ങൾ ഇല്ലാതാക്കാൻ ദുർമോഹിച്ച ഇസ്ലാമിക ആധിപത്യവാദികളായ സുൽത്താൻമാരുടെ മട്ടു തന്നെയാണ് ഹമാസ് അടക്കമുള്ളവരുടേത്. ഇസ്രയേലിലെ റംലയിൽ വൺ മോസ്ക് എന്ന് പേരുള്ള മന്ദിരം ഹാഗിയ സോഫിയ പോലെ തന്നെ ഒരു ക്രൈസ്തവ ദേവാലയമായിരുന്നു. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച് ആ പള്ളി മാമലുക് സുൽത്താനാണ് 1266 മോസ്കാക്കിയത്. ആ നാട് മുഴുവൻ അവരുടെ അള്ള അവരെ ഏൽപ്പിച്ചതാണെന്ന് ഇന്ന് ഹമാസിനെ പോലുള്ളവർ കരുതുന്നു. അവിടെ അവരുടെ രാജ്യവും വാഴ്ചയും മതി. ക്രൈസ്തവ യഹൂദ രാഷ്ട്രങ്ങളോ സമൂഹങ്ങളോ വാഴേണ്ട. യഹൂദർ വല്ല രാജ്യങ്ങളിലെയും നിലയിടിഞ്ഞ പൗരന്മാരായി പ്രത്യേക സ്വത്വമില്ലാതെ കഴിഞ്ഞുകൂടുന്നതിൽ അവർക്ക് എതിർപ്പില്ല. പക്ഷേ സ്വന്തം മതമോ ദേശീയതയോ വംശീയതയോ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സമൂഹമായി ആ ജനത ഭൂമുഖത്ത് ഉണ്ടായിക്കൂടാ. ഇസ്രയേൽ പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചു കൊടുത്താലും ഈ പ്രാന്തൻ മതപ്രത്യയം കൈവിടാതെ അവർക്ക് ഇസ്രയേലിനോട് സമാധാനത്തിൽ കഴിയുക അസാധ്യം. ഹമാസ് തീവ്രവാദികളുടെ തനി നിറം നിരവധി അനുഭവങ്ങൾ കൊണ്ട് അറിയുന്നവരാണ് ഇസ്രയേൽ. എന്നിരിക്കെ ഹമാസ് പക്ഷം ചേർന്ന് മാനവ സ്നേഹം പറയുന്നവരുടെ ഇച്ഛ പോലെ വെടിനിർത്തലും പിന്മാറ്റവും ഒന്നും ഇസ്രയേലിന് സാധ്യമല്ല. അവരത് ചെയ്യുമെന്ന് ഒരു ഹമാസ് പക്ഷപാതികൾ പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഗാസയിലെ ജനങ്ങളുടെ മരണത്തിലും യാതനയിലും സന്തോഷിക്കുന്ന ആരുമില്ല. കുട്ടികളും സ്ത്രീകളും അടക്കം ആളുകൾ കൊല്ലപ്പെടുന്നതിലും ഒരു ജനസമൂഹം ദുരിതം അനുഭവിക്കുന്നതിലും വേദനയുള്ളവരാണ് എവിടുത്തെയും സാധാരണ മനുഷ്യർ. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ വേദനയും ആശങ്കയും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ആ വേദനയ്ക്ക് കാരണക്കാരായ പാലസ്തീൻ തീവ്രവാദികളെയും ഹമാസ് ഭീകരവാദികളെയും പഴിക്കാൻ തയ്യാറാകാത്ത കൈക്കുഞ്ഞുങ്ങളടക്കമുള്ള ഇസ്രയേലി ബന്ദികളെ വിട്ടുകൊടുക്കൂ എന്ന് ആ ഭീകര സമൂഹത്തോടോ അതിനെ പ്രേരിപ്പിക്കൂ എന്ന് അവരെ പോറ്റുന്നവരെന്ന് അറബ് ലോകത്തിന് തന്നെ നിശ്ചയമുള്ള ഇറാനോടോ പറയാൻ ധൈര്യപ്പെടാത്ത പത്രവും വ്യക്തികളും എന്ത് യാഥാർത്ഥ്യബോധമാണ് പ്രകടിപ്പിക്കുന്നത്? ഒക്ടോബർ 7 ആക്രമണം പഴങ്കഥ മാത്രമെന്ന് നടിച്ചേ ഇപ്പോഴത്തെ അവസ്ഥയെ മാത്രം പൊലിപ്പിച്ചു കാട്ടുന്നവർ ഇത് മറക്കരുത്. ബന്ദികളെ വെച്ച് ഇപ്പോഴും ഭീകരർ വിലപേശുകയാണെന്ന കാര്യം, ജനങ്ങളുടെ പണമെടുത്ത് ആഡംബര ജീവിതം കഴിക്കുകയും അവരെ ദുരിതത്തിലേക്ക് തള്ളുകയും ചെയ്ത ഹമാസിനെ കുറിച്ച് മിണ്ടാൻ പലർക്കും നേരമായിട്ടില്ല. ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ വിരളിപ്പുണ്ട്. ഏകപക്ഷീയമായി പഴിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. നാവ് വളയുമെന്നതുകൊണ്ട് വംശഹത്യ എന്ന് വിളിച്ച് തൃപ്തിയടയാം, അത്രമാത്രം. ഗാസയുടെ അതിർത്തിക്കുള്ളിൽ ഇസ്രയേൽ വിരുദ്ധ മതഭീകരർ ഉണ്ടായിക്കൂടാ എന്നതാണ് നെതന്യാഹു സർക്കാരിന്റെ നിശ്ചയം. അതിനോട് ഇസ്രയേലിലെ രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ യോജിക്കുന്നുണ്ടോ എന്നത് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയം. ഇസ്രയേലിനെയും യഹൂദരെയും തുടച്ചു നീക്കുമെന്ന് പറയുന്ന ഗാസയിലെ കുഞ്ഞുങ്ങളെ പോലെ വിദ്വേഷഭരിതരായി സംസാരിക്കുന്ന കുഞ്ഞുനാവുകൾ മറ്റൊരിടത്തും കണ്ടേക്കില്ല. എത്ര അടിച്ചമർത്തപ്പെടുന്ന സമൂഹത്തിലും അതാണ് ഹമാസിന്റെ വിദ്വേഷ പരിശീലനം. അത് മൂടിവെച്ച് ഇസ്രയേലിനെതിരെ വംശഹത്യാ പ്രചാരണം നടത്തുന്നവരുടെ പിന്തുണ യഹൂദ ക്രൈസ്തവ ലോകത്തോടാകെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള കൂട്ടരെ പ്രീതിപ്പെടുത്തും. അവരെ പിന്തുണയ്ക്കുന്നവരെയും സംശയമില്ല. ഹിന്ദുത്വ തീവ്രവാദം ഉണ്ടോ? ചർച്ചാ വിഷയം തന്നെ ഇതും. തീവ്രവാദം എന്ന് വിളിക്കാനോ വേണ്ടയോ എന്നത് ഇവിടെ നിൽക്കട്ടെ. ഒരു കാര്യം പറയാതെ വയ്യ, ചിലർക്ക് ഹിന്ദുത്വവാദ ആക്രാന്തം പിടിപെട്ടിരിക്കുന്നു. BJP സർക്കാർ കൊണ്ടുവന്നേക്കാവുന്ന രാഷ്ട്ര വളർച്ചയോ തീവ്ര മതാധിപത്യവാദികളുടെ ഭീഷണിയിൽ നിന്നുള്ള മുക്തിയോ ഒന്നുമല്ല അവരുടെ ആവേശ വിഷയം. എല്ലാം ഒറ്റയടിക്ക് പിടിച്ചടക്കി തങ്ങളുടെ മനസ്സിലിരിപ്പ് പോലെ ഹൈന്ദവമാക്കണമെന്ന അതിമോഹം, ഇന്ത്യ തങ്ങളുടെ മതരാഷ്ട്രമായി കഴിഞ്ഞു എന്ന സ്വപ്നപ്രായ ജീവിതത്തിലാണ് അവർ.
യാഥാർത്ഥ്യബോധം കൈമോശം വന്ന പോലെ ചിലർക്ക് ലോകം മുഴുവൻ സനാതന ധർമ്മത്തിന്റെ സ്വാധീനത്തിലും ഇന്ത്യൻ ഭരണാധികാരികളുടെ ആജ്ഞാശക്തിക്കും കീഴിലും ആയി കഴിഞ്ഞെന്ന മട്ട്. സ്വരാഷ്ട്ര അഭിമാന ബോധമെന്നോ സ്വധർമ്മ സ്നേഹമെന്നോ പറയാൻ കഴിയാത്ത ഈ സമീപനത്തിലൂടെ ആരെയൊക്കെയോ അടക്കിയിരുത്താനും എതിരാളിയായി നിർത്താനുമുള്ള ആവേശം, വിദേശത്തെ ഹിന്ദു ഫോബിയ എന്ന് പറഞ്ഞ് ചിലരിപ്പോൾ അവതരിപ്പിക്കുന്ന നവസിദ്ധാന്തവും അതിൻ്റെ ഭാഗമല്ലെന്നുണ്ടോ? ആരെയാണിത് സ്നേഹിതരും സഹോദരും ആക്കുന്നത്? BJP രാഷ്ട്രീയത്തിൽ സ്ഥാനമുറപ്പിച്ചിട്ടുള്ള പല ഉത്തരേന്ത്യൻ നേതാക്കളും ഇതേ പാതയിലായിരിക്കുന്നു. ക്രൈസ്തവർക്കെതിരെ ഹിന്ദുത്വ വർഗീയവാദികൾ മുതൽ ചില സംസ്ഥാന സർക്കാരുകൾ വരെ നടത്തുന്ന കടന്നേറ്റം അതിന്റെ ലക്ഷണം. വിജയലഹരിയിൽ ഇന്ത്യയിലെ ബഹുമത ബഹുസ്വര സമൂഹത്തെക്കുറിച്ച് പലരും മറന്നു. ഇതര മതസ്ഥരുടെ പൂർവികർ ഹൈന്ദവരായിരുന്നത് കൊണ്ട് ആ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ചിലരുടെ തലതിരിഞ്ഞ വാദം. ഇതും ഉത്തരേന്ത്യൻ ഇറക്കുമതി തന്നെ. ദ്രോഹബുദ്ധിയുമായി ചിലർ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഉദ്ദേശിച്ചത് മുൻകാല ക്രൈസ്തവ പീഡനങ്ങളെയല്ല, ക്രൈസ്തവ മിഷണറിമാരെ ഞെരുക്കാനും തുറുങ്കിലടയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണ പ്രവണതകളെയാണ്. മതപ്രഘോഷണവും മതപ്രചാരണവും എന്നല്ല, സജീവമായ പ്രാർത്ഥനാ ജീവിതം പോലും കുറ്റകരമെന്ന് വ്യാഖ്യാനിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമനിർമ്മാണം. ക്രൈസ്തവരുടെ രോഗശാന്തി ശുശ്രൂഷയെ കുറ്റകരവും ശിക്ഷാർഹവുമാക്കുവാൻ ആസാമിൽ നടത്തുന്ന നീക്കം പോലെ ആര് നീതീകരിച്ചാലും ഇത് ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണ്. തീവ്ര ഹിന്ദുത്വവാദികളുടെ ഇഷ്ടപ്രകാരം മാത്രം മറ്റുള്ളവർ ജീവിക്കേണ്ടുന്ന രാജ്യമായി ഇന്ത്യയെ ഇതിനകം ആരെങ്കിലും രഹസ്യമായി മാറ്റിക്കഴിഞ്ഞിട്ടില്ലെങ്കിൽ, രോഗശാന്തി ശുശ്രൂഷ വൈദ്യശാസ്ത്രത്തെ മാറ്റി നിർത്താനുള്ള അന്ധവിശ്വാസ പ്രയോഗമെന്ന് ആരെങ്കിലും പഴിക്കുന്നെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് വൈദ്യശാസ്ത്രത്തെ ദൈവദത്ത ജ്ഞാനവും മനുഷ്യക്ഷേമത്തിനുള്ള മാർഗവുമായി കണ്ട് ലോകമാകെ വിവിധ ക്രൈസ്തവ സഭകൾ നടത്തുന്ന എണ്ണമറ്റ ആശുപത്രികൾ, ഈ രംഗത്ത് ജോലി ചെയ്യുന്ന വൈദികരും കന്യാസ്ത്രീകളും അടക്കമുള്ള സഹസ്രക്കണക്കിന് സമർപ്പിതരുടെ സമൂഹവും. ക്രൈസ്തവ ആതുര സേവനമാണ് ലോകമൊട്ടാകെ പല രാജ്യങ്ങളിലെയും ജനങ്ങളെ മുറിവൈദ്യത്തിനും മന്ത്രവാദത്തിനും ഇരകളായി മരിക്കേണ്ടുന്ന ദുരവസ്ഥയിൽ നിന്ന് രക്ഷിച്ചതെന്ന കാര്യവും മറന്നുകൂടാത്തതാണ്. ശാസ്ത്രീയതയും അശാസ്ത്രീയതയും ഒന്നുമല്ല, ആദിവാസികൾ വിശ്വാസത്തിലേക്ക് വരുന്നു എന്ന് കരുതിയുള്ള അസഹിഷ്ണുതയാണ് രോഗശാന്തി ശുശ്രൂഷ വിലക്കാനുള്ള നീക്കത്തിനു പിന്നിൽ. അത് വ്യക്തമാക്കുന്നതാണ് സംസ്ഥാന അധികാരികളുടെ നിലപാട് സംബന്ധിച്ച് ഗോഹാട്ടി ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോൺ മൂലച്ചിറ നൽകുന്ന വിശദീകരണം. ഹിന്ദുക്കൾ ഹിന്ദുക്കളായും ക്രൈസ്തവർ ക്രൈസ്തവരായും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായും കഴിഞ്ഞു കൂടിയാൽ മതിയത്രേ. അതിനപ്പുറമുള്ള മതപ്രചാരണ നീക്കം ശിക്ഷാർഹമാണെന്ന് പറയുന്ന രാഷ്ട്രീയ അധികാരി ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തെയാണ് ലക്ഷ്യം വെക്കുന്നത്. അവർക്ക് ഗർവാപ്പസി പരിപാടികൾ ഫലമായി നടത്തുന്നവർ കുറ്റവാളികളെയല്ല. വ്യക്തികൾക്ക് ഏതു മതത്തിൽ പുലരാനും മതം മാറാനും അവകാശമുള്ളത് പോലെ സ്വന്തം മതം പ്രഘോഷിക്കാനും ഭരണഘടന നൽകുന്ന അവകാശം അട്ടിമറിക്കാൻ ഹിന്ദുത്വവാദികൾ വളഞ്ഞ വഴി തേടുകയാണ്. വ്യക്തതയില്ലാത്ത നിയമമോ ഉത്തരവോ ഇറങ്ങിയാൽ അതുപയോഗിച്ച് പരാതിക്കാരെ സൃഷ്ടിക്കുവാനും സഭാപ്രവർത്തകരെ കേസിൽ കുടുക്കി ദ്രോഹിക്കാനും കഴിയും. ജനിച്ച മതത്തിൽ ജീവിച്ചാൽ മതിയെന്ന് ഇന്ത്യയിലെ ഒരു ഭരണാധികാരി പറഞ്ഞാൽ എത്ര ഉന്നതനായാലും ഭരണഘടന വിരുദ്ധതയാണ്. ഭരണഘടനയെ അട്ടിമറിക്കാൻ ഉള്ളിൽ പേറുന്ന ഗൂഢലക്ഷ്യത്തിന്റെ അടയാളമാണ്. അങ്ങനെയെ കണക്കാക്കാനാവൂ. രാഷ്ട്രീയ വിജയത്തിന്റെ പേരിലോ പുത്തൻ മതാധിപത്യ ബോധത്തിലോ മതം പൊട്ടി ഇത്തരത്തിൽ ചിന്തിക്കാൻ ഏറെ പേർ മുതിർന്നാൽ അത് രാജ്യത്തിന് എന്ത് ഗുണമാണ് ചെയ്യാൻ പോകുന്നത്? ഹൈന്ദവരുടെ അഭിമാനവും മതബോധവും ഉണർത്തുന്ന പുത്തൻ സാഹചര്യത്തിൽ ചിലർക്ക് തോന്നിയത് ക്രൈസ്തവരുടെ മിഷണറി പ്രവർത്തനത്തെ
അപ്പാടെ തടയണമെന്നതാണ്. പൊതു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ അത് ആഗ്രഹിക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മതമാറ്റ നിരോധന നിയമം കൂടുതൽ ദ്രോഹകരമായി അവതരിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ് പല സംസ്ഥാനങ്ങളും. ഹിന്ദുത്വവാദ ആക്രാന്തത്തെ പിന്തുണയ്ക്കാൻ ഹൈന്ദവ വിശ്വാസികളിൽ ഏറെ പേരെ കിട്ടില്ല എന്നത് ഇന്ത്യയുടെ ഇതുവരെയുള്ള പാരമ്പര്യം. അത് തന്നെയാണ് ഭാരതത്തിലെ ആന്തരിക ശാന്തിയുടെ അടിസ്ഥാനം. രാഷ്ട്രീയ സൈര്യത്തിന്റെയും അത് തകർക്കാനുള്ള പ്രവണതകൾ ഏറെ മുമ്പോട്ട് പോകില്ലെന്ന് വിശ്വസിക്കുക. പോകാൻ പാടില്ല തന്നെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.